സാർ ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും വീണ്ടും ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 21,431.85 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് 21,400 എന്നൊരു റേഞ്ച് കൈവിടാതെ തന്നെയാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിലും ലോ നോക്കുകയാണെങ്കിലും ആ ഒരു റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇനി ഒരു റാലിക്ക് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അനില, നിഫ്റ്റിയുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഈസ് വാല്യുവേഷൻസ് വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ട് കാണുന്നു. അതിനെ തുടർന്ന് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ ഇന്ന് ഇറ്റ് വിൽ ബി 21,200 പോയിന്റ്സ്. 21,200 പോയിന്റ് സപ്പോർട്ട് ഇന്ന് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. മോർണിംഗ് സർ. സർ, ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ സാറിന്റെ വ്യൂസ് എന്തൊക്കെയാണ്? ബാങ്ക് നിഫ്റ്റി അണ്ടർടോൺ അഗെയിൻ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൻ്റെയും വാല്യുവേഷൻസ് അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്കൊരു ബെയറിഷ് ട്രിഗർ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ബട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ചില സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ്, റെസിസ്റ്റൻസ് ആയിട്ട് 48,200 പോയിന്റ്സ് ആൻഡ് നമുക്ക് സപ്പോർട്ടായിട്ട് കരുതേണ്ടത് 47,900 പോയിന്റ്സ്. സർ, ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ സാറോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ്. IDFC ഫസ്റ്റ് ബാങ്കിന് അവരുടെ IDFC ഫിനാൻഷ്യൽ ഹോൾഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു ലയനത്തിന് RBIയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അറൗണ്ട് 102 രൂപയ്ക്ക് അടുത്തായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ഇതിന്റെ ഹയസ്റ്റ് ലെവൽ. ആൻഡ് അതിനെ തുടർന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞ 2-2.5 മാസമായിട്ട് വി ആർ സീയിങ് എ നൈസ് ഹെൽത്തി കറക്ഷൻ. സോ ഇന്നത്തെ ഈ 2% മുന്നേറ്റത്തിനെ തുടർന്ന് അത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറിയിരിക്കുന്നു. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ്. 2-3 റെസിസ്റ്റൻസ് സോൺസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 94, അതിനെ തുടർന്ന് 98 ആൻഡ് അതിനെ തുടർന്ന് ഓൾ ടൈം ഹൈ അറൗണ്ട് 102 റുപ്പീസ്. സർ, നമ്മൾ ഇന്ന് സ്റ്റോക്ക് ഇൻ ഫോക്കസിൽ ഒരു സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിരുന്നു, ദേവ്യാനി ഇന്റർനാഷണൽ. നല്ല 6% മുന്നേറ്റമാണ് നമുക്ക് ക്ലോസിംഗ് ഒരു ഓപ്പണിംഗ് ഒരു ടൈമിൽ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ന്യൂസ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സബ്സിഡറി ദേവ്യാനി ഇന്റർനാഷണൽ തായ്ലൻഡ് മാർക്കറ്റിലോട്ട് റെസ്റ്റോറൻറ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുകയും 6% മുന്നേറ്റം കാണാൻ സാധിച്ചു. സാറിന് ഇത്തരം ഒരു സ്റ്റോക്കിനെ പറ്റിയുള്ള സാറിന്റെ വ്യൂസ് എന്താണ്? സോ ദേവ്യാനി ഇന്റർനാഷണൽ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് നല്ലൊരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു നേരിട്ടത്. ആൻഡ് സ്റ്റോക്കിന് അറൗണ്ട് 170 രൂപയ്ക്ക് അടുത്ത നല്ല ഒരു സപ്പോർട്ട് ഏരിയയും ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു മുന്നേറ്റത്തിനെ തുടർന്ന് വി ആർ ഗോയിങ് ടു സീ എ ചേഞ്ച് ഇൻ ദ ഫോർച്യൂൺസ്. തിരിച്ച ബുള്ളിഷ്നെസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റോക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 192 രൂപയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. If the stock can close above 192, വീണ്ടും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സ്റ്റോക്കിൻ്റെ ബുള്ളിഷായി മാറും. സാർ, അതിനോടൊപ്പം തന്നെ സാറോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിഫ്റ്റി FMCGയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ നമ്മുടെ ഫോർത്തിൽ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ള ഇൻഡെക്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ അല്പം ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ട് ഓഹരിയാണ് അല്ലെങ്കിൽ സൂചികയാണ്, അതുപോലെ തന്നെ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൂചിക കൂടിയാണെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. FMCG സെഗ്മെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ 0.67% നേട്ടത്തോടു കൂടി 54,377.45 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. FMCG സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നെസ്ലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ്. നെസ്ലെ ഇന്ത്യ നിലവിൽ 1.6% നേട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നെസ്ലെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന് റെക്കോർഡ് തീയതി ഉൾപ്പെടെയുള്ളത് കമ്പനി പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസിലാണ് സാറിന് ആൻസർ പ്രതീക്ഷിക്കുന്നത്. So FMCG index outlook is very much bullish and index കഴിഞ്ഞ ദിവസം ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ വരെ എത്തിയിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് വി ആർ സീയിങ് എ സ്മോൾ കൺസോൾട്ടേഷൻ. ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 54,900 പോയിന്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി വി ആർ ഗോയിങ് ടു സീ എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ഹാപ്പനിങ്.
സ്പെസിഫിക്കലി നെസ്ലെ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും നെസ്ലെ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച 25,200 രൂപ എത്തിയതിനു ശേഷം വി ഹവ് സീൻ എ പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,200 രൂപ. സർ, അപ്പോളോ ടയേഴ്സ് നമുക്ക് 3.5% മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഫണ്ടമെന്റൽ ആസ്പെക്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഈ ഓപ്പണിംഗ് ഹവേഴ്സിൽ ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിരുന്നു. വൈറ്റ് ടയർസ് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ 3% സ്റ്റേക്ക് വിൽക്കുകയും ഒരു $100 മില്യൺ അവർ റേസ് ചെയ്യുന്നുള്ള പദ്ധതിയിലാണ് ഈ ഒരു ന്യൂസ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരം ഒരു ഓഹരിനെ പറ്റി സാറിന്റെ വ്യൂസ് എന്തൊക്കെയാണ്? So it's Apollo Tyres long and short term outlook വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്റ്റോക്കിൽ തിരിച്ച് നമ്മളൊരു മുന്നേറ്റം മൊമെന്റം കാണണമെങ്കിൽ ഇന്ന് സ്റ്റോക്ക് 466 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, FMCGയിലേക്ക് തന്നെയാണ് സാറിന്റെ ശ്രദ്ധ തിരികെ ക്ഷണിക്കുന്നത്. FMCGയിൽ ഇപ്പോൾ നമുക്ക് ടോപ്പ് ഗെയിനറായിട്ട് നിലകൊള്ളുന്ന വരുൺ ബിവറേജസ് ആണ്. വരുൺ ബിവറേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുതിയൊരു റെക്കോർഡ് ഹൈ ആയിട്ട് 52 വീക്ക് ഹൈ ആയിട്ടുള്ള ഒരു 1178 എന്നൊരു റേഞ്ച് ടച്ച് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 3.04% നേട്ടത്തോടു കൂടിയാണ് വരുൺ ബിവറേജസിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. VBLുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഔട്ട്ലുക്ക് വെരി മച്ച് ബുള്ളിഷ്. നല്ലൊരു സ്റ്റോക്ക്, എക്സലന്റ് പെർഫോമൻസ് ആൻഡ് സ്റ്റോക്ക് നിലവിൽ പുതിയൊരു ഓൾ ടൈം ഹൈല ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 1,200 രൂപയിലായിരിക്കും. സർ, കെയ്ൻസ് ടെക്നോളജിയിൽ 4% മേലെയാണ് നമുക്ക് നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഫണ്ടമെന്റൽ ആസ്പെക്ട് നമ്മൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ അവർ QIP വഴി നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്നുള്ള ന്യൂസിലാണ് നമുക്ക് 4% മേലെ നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു ഓഹരിനെ പറ്റി സാറിന്റെ വ്യൂസ് എന്താണ്? ഇറ്റ്സ് എ മിഡ് ക്യാപ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്കിന്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് സ്റ്റോക്കിൽ കാണണമെങ്കിൽ ഇന്ന് സ്റ്റോക്ക് 2,700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് 300 മുതൽ 450 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. റെയിൽവേ സെഗ്മെന്റിലേക്കാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിലവിൽ നോക്കുകയാൽ IRFCയുടെ ഒരു ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ്റെ ഓഹരികളിലേക്ക് നോക്കുമ്പോൾ 5.72% നേട്ടമാണ് ഇപ്പോൾ ഓഹരി രേഖപ്പെടുത്തുന്നത്. 99.75 എന്നൊരു റേഞ്ചിൽ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 100.8 എന്നൊരു റേഞ്ചാണ് ഡിസംബർ 15 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം ഒരു പുതിയ 50 വീക്ക് ഹൈന് അടുത്ത് തന്നെയായിട്ടാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. IRFCയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിന്റെ കറക്ഷനെ തുടർന്ന് വീണ്ടും ഒരു പുതിയ ബുള്ളിഷ് മൊമെന്റം കാഴ്ചവെച്ചത്. ആൻഡ് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ന്യൂ ലോങ് പൊസിഷൻ. സ്റ്റോക്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2-3 ലെവൽസ്. ആദ്യത്തെ 107, അതിനെ തുടർന്ന് 110, അതിനെ തുടർന്ന് 117. സർ, നെക്സ്റ്റ് വേദാന്തനെ പറ്റി സംസാരിക്കുമ്പോൾ 1%-അധികമാണ് നേട്ടം കാണാൻ സാധിക്കുന്നത്. വേദാന്തനെ പറ്റി ഫ്രീക്വന്റ് ആയിട്ടാണ് നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ ന്യൂസ് ലഭിക്കുന്നത്. പ്രൊമോട്ടർ അവർ സ്റ്റേക്ക് പ്ലെഡ്ജ് ചെയ്യുകയും ഫണ്ട് റേസ് ചെയ്യുകയും ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ഹൗസ് നമുക്ക് ലഭിച്ച ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത ഒരു ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും അത്തരം ഒരു ന്യൂസ് മൂലമാണോ സാർ ഇത്തരം ഒരു അപ്വേർഡ് റൈൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? സാർ, ഈ സ്റ്റോക്കിനെ പറ്റി സാറിന്റെ വ്യൂസും കാഴ്ചപ്പാടും എന്താണ്? ഒരു നല്ല അഭിപ്രായമല്ല ഈ കമ്പനിയെ കുറിച്ചുള്ളത്. കമ്പനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്. ആൻഡ് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും കംഫർട്ട് നമുക്ക് നൽകുന്നില്ല. അതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അടുത്തായിട്ട് നിഫ്റ്റി ITയിലേക്കാണ് സാറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിഫ്റ്റി ITയെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ വളരെ ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു സൂചികയായിരുന്നു. എന്നാൽ ഇന്നലെ തൊട്ടൊരു നേരിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 0.38% ഇടിവിൽ 35,549.2 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. സൂചികയിലേക്ക് നോക്കുക, വിപ്രോ ഒഴികെ മറ്റുള്ള ഓഹരികളെല്ലാം തന്നെ ചുവപ്പിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. നിഫ്റ്റി ITയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്?
അതിനോടൊപ്പം തന്നെ TCSുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. TCSിലേക്ക് നോക്കുമ്പോൾ 0.92% ശക്തമായിട്ടൊരു ഇടിവിലാണ് TCS ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. TCSിൽ ഒരു പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? So Nifty IT index in the outlook is very much bullish. And ഈ ഇൻഡെക്സിന്റെ കേസിൽ ഒക്ടോബർ അവസാനത്തോടു കൂടി 30,000 പോയിന്റ് അടുത്തായിരുന്നു ഇതിന്റെ ബോട്ടമിംഗ് ഔട്ട് നടന്നത്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ദ സ്റ്റോക്ക് ഇൻഡെക്സ് ഹഡ് കം ടു 36,100 പോയിന്റ്സ്. അതായത് കഴിഞ്ഞ ഒരു 6 ആഴ്ചക്കിടെ നമുക്ക് 6,100 പോയിന്റിന്റെ നേട്ടം ഈ ഇൻഡെക്സ് നൽകിയിരിക്കുന്നത്. നാച്ചുറലി ഇതിനെ തുടർന്ന് വി ഷുഡ് ബി എക്സ്പെക്ടിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2-3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ആദ്യം തന്നെ 34,500, അതിനെ തുടർന്ന് 34,000 പോയിന്റ്. ഈ 2 ഏരിയയിലോട്ട് ഇൻഡെക്സ് വരികയാണെങ്കിൽ നമുക്ക് ഒത്തിരി ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ലഭിക്കും. TCSന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും TCS കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ബൈബാക്ക് പൂർത്തീകരിച്ചിരുന്നു. ഔട്ട്ലുക്ക് ഫോർ TCS ഇസ് വെരി വെരി ഗുഡ്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് കറക്റ്റ് സപ്പോർട്ട് ഏരിയ വരുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. നേട്ടം നൽകിയ ഓഹരിനെ ഒഴുകി ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി തന്നെയാണ് സി എന്റർടൈൻമെന്റ്. നമുക്ക് 3.5% അധികമാണ് നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഫണ്ടമെന്റൽ ആസ്പെക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സി സോണി മെർജർ തന്നെയാണ് നമുക്ക് ഇത്തരം ഒരു തരംഗമായിരിക്കുന്നത്. അത്തരം ഒരു സി സോണി മെർജർ നമുക്ക് ഡിലേ ആവുകയും സോണി എന്റർടൈൻമെന്റ് അതും ഇനിയും നമുക്ക് അത്തരം ഒരു ഡിലേ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് മാർക്കറ്റ് ഹൗസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഈ ഒരു വാർത്തയെ സംബന്ധിച്ചിടത്തായാലും ഒരു ടെക്നിക്കൽ ലെവൽസ് ആയാലും സി സോണിനെ പറ്റി സാറിന് അഭിപ്രായം എന്താണ്? ഈ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ കമ്പനിക്കെതിരെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെതിരെ കുറച്ച് നടപടികൾ എടുത്തിരുന്നു. ഐ ആം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ വിത്ത് ദിസ് ഗ്രൂപ്പ്. സോ ഞാൻ പേഴ്സണലായിട്ട് ഈ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സർ, അടുത്തതായിട്ട് കെയ്ൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 4.69% നേട്ടത്തിൽ 2,723.6 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കമ്പനിയെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 1,400 കോടി രൂപ QIP വഴി സമാഹരിക്കാനായിട്ട് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നു. അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കെയ്ൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ കെയ്നെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടെ അതിൻ്റെ വ്യൂ പറയാം. സ്റ്റോക്കിന് 2,700 രൂപയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് അടുത്തതായിട്ട് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 3,000 രൂപയായിരിക്കും. ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 200-300 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, നമുക്ക് ഏതർ ഇൻഡസ്ട്രീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് അഡിറ്റീവ്സും ബാറ്ററി സ്പേസിലോട്ടും എൻ്റർ ആകുന്നുള്ള നല്ലൊരു വാർത്ത തന്നെയാണ് മാർക്കറ്റ് ഹൗസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു കാര്യം ലിത്തിയം അയൺ ബാറ്ററി പ്രൊഡ്യൂസറുമായിട്ടും ഒരു അഗ്രിമെന്റ് ഏതർ ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു ഓഹരിനെ പറ്റി സാറിന്റെ വ്യൂസ് എന്താണ്? ഏതറിന്റെ ഫൈനാൻഷ്യൽസ് ഹാസ് നോട്ട് ബീൻ ഗുഡ് അറ്റ് ഓൾ. ആൻഡ് സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബെയറിഷ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മൾ സ്റ്റോക്കിൽ ഒരു നല്ല റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് നമുക്ക് ഒരിക്കലും കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ സാധിക്കത്തില്ല. ലെറ്റ് us വെയിറ്റ് ഫോർ ഫർദർ കൺഫർമേഷൻ. സ്റ്റോക്കിന്റെ ട്രെൻഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. സർ, അടുത്തതായിട്ട് HDFC ബാങ്കിലേക്കാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. HDFC ബാങ്ക് ഇപ്പോൾ 0.37% ഇടിവ് രേഖപ്പെടുത്തി 1,649.65 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 50-week ഹൈ നോക്കുകയാണെങ്കിൽ 1,757.5 എന്നൊരു റേഞ്ചാണ്. ഈ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഒരു പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് വാച്ച് ചെയ്യേണ്ടത്? സോ HDFC ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 1,450 രൂപയ്ക്ക് അടുത്തായിരുന്നു എൻ്റെ ബോട്ടം. ആൻഡ് അതിനെ തുടർന്ന് വി ഹാവ് സീൻ എ മേജർ ഗെയിൻ. ആൻഡ് കഴിഞ്ഞ ആഴ്ച 1,660 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. സോ കഴിഞ്ഞ 3 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ലെറ്റ് ദ കറക്ഷൻ ഗെറ്റ് ഓവർ. ഇപ്പോൾ ഒരു ബൈയിങ് ട്രിഗറും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. വെയിറ്റ് ആൻഡ് വാച്ച്.
സർ, ONGC ഓഹരിയിൽ 2%-അധികമാണ് നേട്ടം കൈവരിക്കുക നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പ്രീ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ടോപ്പ് ഗെയിനർ തന്നെയായിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഓപ്പണിംഗിന് ശേഷം നമുക്ക് ഒരു ടോപ്പ് ഗെയിനർ തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം ഒരു ഓഹരിനെ പറ്റി സാറിന്റെ വ്യൂസ് എന്തൊക്കെയാണ്? ഏതൊക്കെ ലെവൽസ് ആണ് സാർ ഈ ഒരു ഓഹരിയിൽ നമുക്ക് പരിഗണിക്കേണ്ടപ്പെട്ട ടെക്നിക്കൽ ലെവൽസ്? ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ട്രേഡിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ഇഫ് യു ആർ കംഫർട്ടബിൾ നമുക്ക് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 206 രൂപയാണ്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. സർ, അടുത്തതായിട്ട് PSU ബാങ്ക് സെഗ്മെന്റ് നിന്നുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. IOB ഇപ്പോൾ 0.89% നേട്ടത്തോടു കൂടി 45.1 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50-week ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഒക്ടോബർ 4-ാം തീയതിയായിരുന്നു ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. IOBയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? So IOBയുടെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 46.50 ആ ഒരു റെസിസ്റ്റൻസ് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അങ്ങനെ ബുള്ളിഷായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാർഗറ്റ് സോൺ വിൽ ബി ബിറ്റ്വീൻ 52 and 54. സർ, ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സൂചിക തന്നെയാണ് IT സൂചിക. IT സൂചികയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു നമുക്ക് MPC മീറ്റിംഗിന് ശേഷം നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിരുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ടോപ്പ് ലൂസേഴ്സ് പട്ടികയിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് തന്നെ കിടക്കുന്ന ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ TCS ആണ്. അപ്പോൾ ഇത്തരം ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഒരു ട്രേഡേഴ്സ് ഇന്നത്തെ ദിവസത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് പരിഗണിക്കണോ സർ? അതോ നമുക്ക് IT സെക്ടറിൽ കാര്യമായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഫണ്ടമെന്റൽ വ്യൂസ് ഉണ്ടോ? അതോ നമുക്ക് ഇത്തരം ഒരു IT സൂചികയിൽ നമ്മൾ നോക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് സർ ശ്രദ്ധിക്കേണ്ടത്? സോ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വ്യൂ നൽകിയിരുന്നു. അതായത് കഴിഞ്ഞ 6 ആഴ്ചക്കിടെ 30,000 പോയിന്റിൽ നിന്നും 36,100 വരെ ആയിരുന്നു ഈ IT ഇൻഡെക്സിൽ നമ്മൾ കണ്ട മൂവ്മെന്റ്. അതായത് 6,100 പോയിന്റ്സ് മൂവ്മെന്റ്. നാച്ചുറലി അതിനെ തുടർന്ന് നിഫ്റ്റി IT ഇൻഡെക്സിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യണം. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. TCSന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും TCS ഒക്ടോബർ അവസാനത്തോടു കൂടി 3,300 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 3,950 ലെവൽ വരെ എത്തിയിരുന്നു. നാച്ചുറലി TCSന്റെ കേസിലും വി ഷുഡ് ബി എക്സ്പെക്ടിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് TCSO IT സെക്ടറിന്റെ ഒരു വിധത്തിലും അതിന്റെ ട്രെൻഡിനെ ബാധിക്കുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാനായിട്ടുള്ള അവസരങ്ങൾ കാത്തിരിക്കുക. സർ, അടുത്തായിട്ട് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 0.64% നേട്ടത്തോടു കൂടി 752.65 എന്നൊരു റേഞ്ചിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 50-week ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സെപ്റ്റംബർ 8-ാം തീയതിയായിരുന്നു. പാരസ് ഡിഫൻസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സോ ആ ഒരു ഓൾ ടൈം ഹൈ വന്നതിനെ തുടർന്ന് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ് ഇൻ പാരാസ്. ആൻഡ് ഈ സ്റ്റോക്കിന് 620 രൂപയിൽ നല്ല സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 783. 783 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ നല്ല നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഇന്ത്യ ഓഹരിയിൽ നമുക്ക് 1% അധികമാണ് നേട്ടം കാണാൻ സാധിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇത്തരം ഒരു ഓഹരിനെ പറ്റി സാറിന്റെ വ്യൂസും സാറിന്റെ ടെക്നിക്കൽ സ്ലോസ് ഒന്ന് പറയാമോ? ഏതായിരുന്നു സ്റ്റോക്ക്? കോൾ ഇന്ത്യ. സോ കോൾ ഇന്ത്യയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് സ്റ്റോക്കിന് 360 രൂപയിൽ വളരെ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആൻഡ് സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിൽ വെറും 225-230 റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. സ്റ്റോക്ക് ഈസ് നാച്ചുറലി ഡ്യൂ ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ ഒരു ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 320 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല്.
സർ നെറ്റ് വെബ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 0.49% നേട്ടത്തോടു കൂടി 1232.05 എന്നൊരു റേഞ്ചിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിസംബർ 15 ഒരു 50 ഹൈ ടച്ച് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായത്. നെറ്റ് വെബ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ നെറ്റ്വെബ് ജൂലൈ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ലിസ്റ്റിങ്ങിന് ശേഷം നവംബർ അവസാനം വരെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിരുന്നു. ആൻഡ് സ്റ്റോക്കിന്റെ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 760 രൂപയിലാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ വെരി മച്ച് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ഒരു 6 ആഴ്ചയുടെ നമ്മൾ കണ്ട് ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. വെയിറ്റ് ആൻഡ് വാച്ച്. നല്ലൊരു കറക്ഷൻ നടക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു പുതിയ എൻട്രി ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം.